ഇല്ല, വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വാർത്തകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലെ ഞാൻ മറ്റൊരു വാർത്ത ഈ പ്രകൃതിയുടെ വിക്രിയകൾ എന്ന് പറയുന്ന പോലെ കണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളമാണ് ലഡാക്കിലെ വിമാനത്താവളം. സമുദ്രനിരപ്പിൽ നിന്ന് 10,700 അടി ഉയരത്തിലാണ് ലഡാക്കിലെ വിമാനത്താവളം. അവിടുത്തെ റൺവേക്ക് 9,555 ഫീറ്റ് നീളമുണ്ട്. വലിയ റൺവേ. കാരണം ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായി വിമാനം ഇറക്കാനും കയറ്റാനും കഴിയുന്ന ഏറ്റവും അപകടകരമായ വിമാനത്താവളം അതാണ്. ടേക്ക് ഓഫും എല്ലാം വലിയ പാടാണ്. കാരണം ചുറ്റും മലനിരകളാണ്. രാജ്യാന്തര തലത്തിൽ ഹോങ്കോങ്ങിലെ ഈ കടലിനോട് ചേർന്ന് അതെ അതെ ഒരെണ്ണമുണ്ട്. തെറ്റിപ്പോയാൽ കടലിൽ പോകും. ഞാൻ അവിടെ പോയി ഒരിക്കൽ ഇറങ്ങിയ സമയത്താണ് ഇത് കുഴപ്പം പിടിച്ചാണല്ലോ. അതെ അതെ തെറ്റിപ്പോയി നേരെ കടലിലേക്ക് വിടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരെ കൊക്കയ്ക്കകത്താ പോടാം. കടലിൽ വിടാൻ പിന്നെ പ്ലെയിനാണെ പൊങ്ങിക്കിടക്കും അല്ലേ? ബോയിങ് ഒക്കെ ഫ്ലൈറ്റ് പൊങ്ങിക്കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ. അപ്പോൾ എനിവേ ഇത് കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ ഈ വിമാനത്താവളത്തിലേക്ക് വിമാനങ്ങളുടെ സർവീസുകൾ മുഴുവൻ റദ്ദാക്കി. കാരണം 36 ഡിഗ്രി കൂടുതൽ അവിടെ ചൂടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ വായുവിന് കട്ടി കുറയും. വായുവിന് കട്ടി കുറഞ്ഞാൽ വിമാനങ്ങൾക്ക് പറന്നുയരാനും ഒക്കെ സാധിക്കില്ല. അപ്പോൾ റൺവേയിലൂടെ ഒരുപാട് ദൂരം ഓടിക്കഴിഞ്ഞാൽ വിമാനത്തിന് ഉയരാൻ പറ്റുള്ളൂ. അതിനുള്ള റൺവേ അവിടെ ഇല്ല സാധാരണയിൽ കതിഞ്ഞ്. അപ്പോൾ അത് കോൾഡ് ഡെസേർട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം നമ്മൾ മേഘവിസ്ഫോടനം എന്ന് പറയുന്ന കോൾഡ് ഡെസേർട്ട് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ചൂട് കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്ത് നടക്കുകയാണ്. അപ്പോൾ ഏറ്റവും തെക്കേ അറ്റത്ത് കടുത്ത പേമാരി വർഷം ജനം അങ്ങനെ ബുദ്ധിമുട്ടുന്നു. അവിടെ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ വേണ്ടി, ദുരന്തം ഒഴിവാക്കാൻ വേണ്ടി വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തെങ്കിൽ ഇവിടെ നിസ്സഹായരായ ജനങ്ങൾക്ക് പോകാൻ വഴിയില്ലാതെ മേഘവിസ്ഫോടനത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ മരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ചില കെണികളുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഴ പുഴയെയും വിളിച്ചുകൊണ്ട് വന്നു. മഴയില്ലാണ്ടാക്കി, കാട് വെട്ടിയൊക്കെ നമ്മൾ മഴയില്ലാണ്ടാക്കി. അവസാനം ഒരു മഴ വന്നു. അപ്പോൾ എന്ത് പറ്റി? കൂട്ടിന് തൻ്റെ സഹോദരനായ പുഴയെ കൂടെ വിളിച്ചുകൊണ്ടാവുന്നത്, കാണിച്ചു കൊടുക്കടാ, ഇവനൊരു പണി കൊടുക്കടാ എന്ന് പറഞ്ഞു. വയനാട്ടിലിപ്പോൾ പുഴ ഗതിമാറി ഒഴുകി എന്ന് പറയുന്നുണ്ടല്ലോ. ഈ ദുരന്തം വന്നപ്പോൾ എന്താണ് ചൂരമലപ്പുഴ. അതൊരു ചെറിയ തോട് പോലെ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ കുറച്ച് വന്നിട്ടുണ്ട്. ഒന്നാമത് ഈ മേഘവിസ്ഫോടനമൊക്കെ നടക്കുമ്പോൾ പുഴയിലെ വെള്ളം നിറഞ്ഞിട്ട് ഒഴുകി മുകളിലേക്ക് വരുന്നതാണ്. ഇങ്ങനെ വെള്ളം കൂടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ആ രജീന്ദർ നഗറിലെ ഡൽഹിയിൽ വെള്ളം ഒഴുകിയിട്ടാണ് ആ IAS കോച്ചിങ് സെൻറ്ററിലേക്ക് വെള്ളം കയറിയതും അങ്ങനെയാണെന്നൊക്കെ വാർത്തകളിലുണ്ടായിരുന്നു. പുഴയിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞിട്ടാണ് പല സ്ഥലത്തും ഈ പ്രകൃതി ദുരന്തം. മറ്റേ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ പുഴയിലെ വെള്ളം കൂടുന്നു, അതടിച്ച് മുകളിലേക്ക് കയറുന്നു, പാറയൊക്കെ അടിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ പശ്ചിമഘട്ട പർവ്വത നിരകളിലൊക്കെ വലിയ ദുരന്തങ്ങൾ വരാൻ പോകുന്നതായിട്ട് മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ, നിങ്ങളും ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത 5-6 കൊല്ലത്തിനകം ഇതൊക്കെ നിങ്ങൾ കേരളത്തിൽ കാണും അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മൾ വരുത്തി വെക്കുന്ന ദുരന്തം എന്നുള്ള ഗാഡ്ഗിലിനെതിരെ എന്തെല്ലാം കലാപങ്ങളാണ് കേരളത്തിലുണ്ടായത് അല്ലേ? ഹർത്താൽ നടത്തുന്നു, ബന്ദ് നടത്തുന്നു, ഒരു കേരള ബന്ദ് പോലും നടത്തി. അത് നടത്തുന്നത് മുഴുവൻ ഈ കുടിയേറ്റത്തിൻ്റെ സംരക്ഷകരാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിരുന്ന PT തോമസിനെതിരെ എന്തൊക്കെ നടന്നുകൂടാ? PT തോമസ് വലിയ ധൈര്യമാണെന്ന് കാണിച്ചത്. അദ്ദേഹം ശരിക്കും ആ കുടിയേറ്റ മേഖലകളിലൊക്കെ അദ്ദേഹത്തിനെ നാട്ടിൽ നിന്ന് ഓടിച്ചു. അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കില്ല എന്നുള്ള നിലയൊക്കെ ഉണ്ടായിരുന്നു. ആ ടിക്കറ്റ് കൊടുക്കാത്ത സമയത്ത് അദ്ദേഹം പുതിയകാവിൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ പോകുമ്പോൾ ഞാനൊരു ദിവസം പോയിരുന്നു മുറിയിലിരുന്ന്. അപ്പോൾ ഉമ്മയും ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു, ഈ സീറ്റ് ഈ കാരണം കൊണ്ട് കോൺഗ്രസ് കൊടുക്കാതിരുന്നതാണ് എന്ന് പറഞ്ഞു. അതുപോലുള്ള ആളുകളാണ് സത്യത്തിൽ ഈ നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്. സമൂഹത്തിൽ തന്നെ വലിയ മാനസാന്തരം വരേണ്ട ഒരു കാര്യമാണിത്. ഈ കുടിയേറുന്ന ആളുകൾ കാടൊക്കെ വെട്ടിത്തെളിപ്പിക്കുക, പിന്നെ പാറകൾ ഇളകുന്നത്, ക്വാറികൾ ഇതൊക്കെ കീഴ്പോട്ട് പോരുന്നതാണ് ആവാനായിട്ട് നിൽക്കുകയാണെന്നുള്ളതേ. ഏതോ ഒരു പരിസ്ഥിതി ദിനത്തിൽ പെട്ടെന്ന് ആ വിക്ടർ ജോർജ് മരിച്ചുപോയതും ഓർമ്മയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം ഓർത്തതാണ്. ഒരു കിണർ
ഒരു കിണർ നിൽക്കുന്നു മുകളില്, മുഴുവൻ മാന്തി മാന്തി മുഴുവൻ മാന്തി അത് ഇടുക്കി ഭാഗത്ത് എവിടെയാണ്? അത് ഈ കല്ല് മുഴുവൻ ചെങ്കല്ലെടുക്കാൻ വേണ്ടിയിട്ട് തുരന്ന് ഈ കിണറിൻ്റെ ഭാഗം മാത്രം ഇങ്ങനെ നിൽക്കുന്നൊരു ചിത്രം എടുത്തിരുന്നു അദ്ദേഹം. ഗംഭീരമായിരുന്നു ആ ചിത്രം. അത് കഴിഞ്ഞ് ഈ മഴയുടെ ഒരു സീരീസ് പരമ്പര ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഉരുൾ പൊട്ടുന്നൊരു സ്ഥലത്തേക്ക് കയറിപ്പോയത്. പ്രകൃതി ദുരന്തത്തിൽ അങ്ങനെ ഒരു നല്ല മനുഷ്യനുമായ ഒരാൾ, നല്ല പ്രൊഫഷണലുമായ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടു. പ്രകൃതി ദുരന്തം വരുത്തി വെക്കുന്നതാണ് ഇതിപ്പോൾ. എന്നിട്ട് ഈ ആനകൾ നിൽക്കുന്ന സ്ഥലത്ത് മനുഷ്യൻ പോയി താമസിച്ചിട്ടാണല്ലോ മൂന്നാറിലെ ഈ കഥകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ. പിന്നെ ആനയെ ഓടിക്കുക, ആനയുടെ ശരീരത്തിൽ പല സാധനങ്ങളും GPS ഘടിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നമ്മൾ പോകുന്നു. വയനാട്ടിലിപ്പോൾ വേലികൾ കിട്ടുന്നു, തൂങ്ങിക്കിടക്കുന്ന വേലികൾ, ആന വരാതിരിക്കാൻ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള വേലികൾ വരാൻ പോകുന്നു പറയുന്നത് സാധ്യതയുണ്ട്. കാരണം കർണാടകയിൽ പല സ്ഥലത്തും ഈ വേലികളുണ്ട്. ആസാമിലാണെങ്കിൽ ആനകൾ വരാതിരിക്കാനായിട്ട് ഗ്രാമീണർ കൂടി യോജിപ്പിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടെ ഒരു NGO ചെയ്യുന്നുണ്ട്, ആരണ്യക് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കുറച്ചും കൂടി അനുകരിക്കാവുന്നതും സ്വീകരിക്കാവുന്നതുമായ മാതൃക ഈ ആസാമിലെ ആരണ്യക്കിൻ്റെതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ഇലക്ട്രിക് ഷോക്കൊക്കെ ചെറിയ തോതിൽ കൊടുത്ത് ആനയെ ഓടിക്കുന്നതിന് പകരം അവിടെ ഗ്രാമീണരുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ കൂടുതൽ കാട് വെട്ടിത്തെളിക്കാൻ പോകാതിരിക്കുന്നതും ഈ റിസോർട്ട് പണിയും. 2 റിസോർട്ടോ മറ്റോ ഇതിൽ ഇൻവോൾവ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ വയനാട്ടിൽ നടന്നതിൻ്റെ. അല്ല സാർ, ഇത് പറഞ്ഞതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരാമർശിച്ച് പോയൊരു കാര്യം ഒന്നുകൂടെ റീഓപ്പൺ ചെയ്യണം. നമ്മൾ PT തോമസ് മുന്നോട്ട് വെച്ച ചില പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. ചിലതൊക്കെ അദ്ദേഹത്തിന് പക്ഷപാതിത്വം സംഭവിച്ച രാഷ്ട്രീയ താല്പര്യങ്ങളുള്ള ചില പ്രശ്നങ്ങളും പുള്ളി ഉയർത്തിയിട്ടുണ്ട്. ഒന്ന് കിറ്റക്സിൻ്റെ കാര്യം ഉൾപ്പെടെയുള്ള അതിലൊക്കെ പുള്ളിയുടെ രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിൻ്റെ പക വീട്ടാനുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായി ചില കമ്പനികളെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പരിസ്ഥിതി ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് വേണ്ടി PT തോമസ് എടുത്ത നിലപാട് വളരെ ശ്ലാഘനീയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ കിട്ടിയില്ല, പൊതുസമൂഹത്തിൻ്റെ കിട്ടിയില്ല. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് അതാണ്. അപ്പോൾ ഈ കുടിയേറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി, കുടിയേറ്റക്കാരെന്ന് പറഞ്ഞാൽ എവിടെ കുടിയേറി, കയ്യേറ്റം തന്നെയാണ് കുടിയേറ്റം. അത് എത്ര ഭാഗ്യവാക്ക് പറഞ്ഞാലും കുടിയേറ്റം കയ്യേറ്റം തന്നെയാണ്. പക്ഷേ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാർ ജാഥയും സംരക്ഷണവും സർക്കാർ ഉത്തരവുകളും ഇറക്കി. പക്ഷെ ഇതൊന്നും പ്രകൃതിക്ക് ബാധകമല്ല. ഈ കൊല്ലപ്പെടുന്നതൊക്കെ ഉരുൾപൊട്ടിയും കുത്തൊഴുക്കിൽപ്പെട്ടും ഒക്കെ മരിക്കുന്ന സാധുക്കൾ ഈ കുടിയേറ്റക്കാർ തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുടിയേറുന്നത്? അതായത് 100 കണക്കിന് ഏക്കറുകൾ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുക എന്നുള്ള ഒരു വ്യഗ്രത കൊണ്ടൊന്നുമല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാവുന്ന 15 ഏക്കറാണ് ഭൂപരിഷ്കരണ നിയമപ്രകാരം. അപ്പോൾ അവിടെ ചിലപ്പോൾ 1-2 ഏക്കറൊക്കെ കയ്യേറി പണ്ട് കാലത്ത്, ഇപ്പോൾ കോട്ടയം ജില്ലയുടെ പട്ടന്താണ് പിള്ളയുടെ കാലത്ത് പതിച്ചു കൊടുക്കുമായിരുന്നു ജനകീയ സർക്കാരിൻ്റെ. അപ്പോൾ എനിക്കറിയാം നമ്മുടെ കോട്ടയത്ത് ഈ കടുത്തുരുത്തി മുട്ടിയറ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇടുക്കിയിൽ കയ്യേറിപ്പോയിട്ടുണ്ട്, ഇരിക്കൂരൊക്കെ പോയിട്ടുണ്ട്, ആലപ്പുഴയിലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയിരിക്കുന്ന ആളുകൾ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവർ പ്രകൃതിയോടും മലേറിയ പോലെയുള്ള രോഗങ്ങളോടും ഒക്കെ മല്ലടിച്ച് കുടിയേറിയ അടിസ്ഥാന കൃഷിക്കാരുണ്ട് പണ്ട്. പക്ഷെ അതിനുശേഷം സമീപകാലത്തെ കുടിയേറ്റക്കാർ എന്ന് പറയുന്ന മുഴുവൻ റിസോർട്ട് മാഫിയകളും ഭൂമാഫിയയുമാണ്. ലംബോദരന്മാരും അവരുടെ ഫോട്ടോസ്റ്റാറ്റുകളുമാണ്. ലംബോദരൻ എനിക്ക് തോന്നുന്നത് ഇടുക്കി നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, അത്യാവശ്യം വയനാടും അറിയാം. ഇടുക്കിയേക്കാൾ ദുരന്തം പതിയിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ വയനാട് എനിക്ക് തോന്നുന്നു. കാരണം ഇടുക്കിയിൽ ഇത്രയും റിസോർട്ടുകളില്ല. വയനാട്ടിൽ റിസോർട്ടുകളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ട് അവിടെ. നല്ലൊരു തടാകമൊക്കെ ഉണ്ടല്ലോ. അതെ. അല്ല ഇവിടുത്തെ പൂക്കോട് തടാകം, അല്ല ഇവിടുത്തെ പ്രതിപ്രശസ്തനായ ഒരു പരിസ്ഥിതി പ്രവർത്തകന് പോലും അവിടെ വയനാട്ടിൽ റിസോർട്ട് ഉണ്ടെന്ന് പറയില്ല, ഉണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ കയ്യേറി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവത്തിൻ്റെ സ്വാഭാവിക പരിണിതിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ സംരക്ഷിച്ച, ഇവർക്ക് അനുകൂലമായി കൂട്ടമണി അടിച്ച പിതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ എന്തു പറയും? അവർ ശരിക്കും ചെയ്യേണ്ടത് അവർക്ക് തിരിച്ചറിവുണ്ടാവുകയും വീണ്ടും വിചാരം ഉണ്ടാവുകയാണ് വേണ്ടത്. മനുഷ്യന് വേണ്ടിയാണല്ലോ നിലകൊള്ളേണ്ടത്, എല്ലാ മനുഷ്യർക്കും വേണ്ടി.
അവരുടെ ഭാവിക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഭാവിക്കൊക്കെ വേണ്ടിയിട്ട് പ്രകൃതി ചിന്ത സത്യത്തിൽ ഈ സിലബസിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ വരേണ്ടതാണ്. എങ്ങനെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക, എങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുക, ഇതൊക്കെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ നീ ഇനിയും കൂടിയ ആന ജീവിക്കേണ്ട സ്ഥലത്തും സിംഹം ജീവിക്കേണ്ട ആനത്താരെ കൊണ്ട് വീട് വെച്ചിട്ട് ആന വരുന്നു പറയുന്നവരാണ് നമ്മൾ. ആനത്താരയിൽ കൊണ്ട് റേഷൻ കട വെച്ചിട്ടല്ലേ ആ റേഷൻ കടയിലേക്ക് അരി തിന്നാൻ. അല്ല, ആനയെക്കുറിച്ച് പറയുന്നത് ആന സഞ്ചരിക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് അത് ജനറ്റിക് കോഡാണ്. ഒരു ആന കഴിഞ്ഞാൽ അവൻ്റെ കുഞ്ഞ് വരുമ്പോഴും അവൻ ആ വഴി തന്നെ പോകും. ഓട്ടോമാറ്റിക്കലി അവൻ്റെ ബ്രെയിനിൽ ഒരു സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആന സഞ്ചരിക്കുന്ന വഴി അവിടെ കൊണ്ട് വീടുണ്ടാക്കുന്നു, കടകളുണ്ടാക്കുന്നു, എന്നിട്ട് ആനയെ കുറ്റം പറയുന്നു. അപ്പോൾ ഞാൻ പിന്നെയും പി ടി തോമസിനെ ഓർക്കുകയാണ്. കാരണം പി ടി തോമസിനോട് എനിക്ക് അത്ര വലിയ മമതയൊന്നും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷെ പുള്ളി കോളേജ് കാലം മുതൽ അറിയാം, പുള്ളി വലിയ കറപ്റ്റൊന്നുമല്ല, അല്ലാത്ത വ്യക്തമായ അഭിപ്രായങ്ങളുള്ള ഒരു രാഷ്ട്രീയക്കാരൻ. പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവച്ച സ്ഥലത്ത് വയലാറിൻ്റെ പാട്ട്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്നുള്ള ഗാനം നിരന്തരം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രകൃതിയെ എത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. രാഷ്ട്രീയക്കാരനെന്ന് ഞാൻ പറയുന്നില്ല, പി ടി തോമസ് ഞാൻ ഓർമ്മിച്ചു. ഇപ്പോൾ ഒരുപക്ഷെ ഈ വലിയ ദുരന്തം, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ പി ടിയുടെ ആത്മാവ് കണ്ണീര് കുടിക്കുന്നുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കാൻ ആരുമില്ലായിരുന്നല്ലോ. ഈ പൊതുസമൂഹം പി ടിയെ ഏറ്റെടുത്തതെങ്കിൽ, ഗാഡ്ഗിലിന് വേണ്ടിയുള്ള പി ടിയുടെ പോരാട്ടത്തെ പിന്തുണച്ചിരുന്നെങ്കിൽ കുറേയേറെ ജീവനുകൾ നമുക്ക് രക്ഷിക്കാമായിരുന്നു. പി ടി കുറേ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വളരെ അറിയപ്പെടുന്ന മാസികകളിലും അങ്ങനെയൊന്നുമല്ല. എന്നോട് ചിലപ്പോൾ സംസാരിക്കുമ്പോഴും ഇത് കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പരിസ്ഥിതിയെ പറ്റിയാണ് എഴുതിക്കൊണ്ടിരുന്നത്. കേരളത്തിലൊരു ഗ്രീൻ പൊളിറ്റിക്സ് ഉള്ള ഏക രാഷ്ട്രീയക്കാരനായിരുന്നു പി ടി, അല്ലേ? വേറെ രാഷ്ട്രീയക്കാരും ഇത്രയും പരിസ്ഥിതിയോട് 3-4 MLA ഹരിത രാഷ്ട്രീയക്കാരാണെന്ന് പറയുന്നിരുന്നു. വെറുതെ പറഞ്ഞു. വേറെ ഹരിതമാണ്. അതെ, വേറെ ഹരിതമാണ്, വേറെ പച്ച രാഷ്ട്രീയമാണ്. അതെ അതെ. പക്ഷേ പി ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായാലും അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇത് ഏതാണ്ട് മേഘവിസ്ഫോടനമാണെന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ കോഴിക്കോട് ഓഗസ്റ്റ് 7, 2012 അന്ന് പുല്ലൂരാമ്പാറ അന്നുണ്ടായിരുന്ന ഉരുൾപൊട്ടൽ, കനത്ത മഴ, അതിൻ്റെ കാരണം മേഘസ്ഫോടനമാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. അപ്പോൾ മേഘസ്ഫോടനങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് അത്. ഈ മൂന്നാറിനടുത്ത ചക്കിട്ടപ്പാറ അതും അങ്ങനെയായിരുന്നു. പെട്ടിമുടി അത് തന്നെ, പെട്ടിമുടി. അപ്പോൾ കേരളം ശരിക്കും ഒരു ഗാഡ്ഗിലിനെയും കൂടി ഓർക്കണം. ഗാഡ്ഗിൽ പറഞ്ഞത് ഇന്നിപ്പോൾ പല സ്ഥലത്തും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച് ഓർക്കണം. അതൊക്കെ മലയാളിയുടെ ഹിപ്പോക്രസിയാണ് സാർ. കഴിഞ്ഞ വർഷം ദുരന്തം ഉണ്ടായപ്പോഴും എല്ലാവരും ഹിപ്പോക്രസി, അത് വീണ്ടും ഗാഡ്ഗിലിനെ അന്നേരം ഓർത്തു. അടുത്ത വർഷം വീണ്ടും, ഇത് ശാപമൊന്നുമില്ല, ഉറപ്പാണ്, അടുത്ത വർഷവും ഉരുൾ പൊട്ടും, പാവപ്പെട്ട മനുഷ്യർ മരിക്കും. അപ്പോൾ സർക്കാർ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പള്ളിയിൽ മണിയടിച്ച ആളെ കൂട്ടി അവിടെ ഇടുക്കിയിലൊക്കെ ഒരു പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി രാഷ്ട്രീയമായ ഇടപെടൽ വരെ നടത്തിയ അച്ഛന്മാരും വൈദികരും ഒക്കെ ഇനി പറയാൻ പോകുന്നത് ഈ അവിടെ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കണമെന്നായിരിക്കും. അതങ്ങനെ പറയുള്ളൂ. അപ്പം എന്ത് പറ്റും? ഈ ലാൻഡും കിട്ടും, ഈ ഭൂമിയും കിട്ടും, ആ ഭൂമിയും കിട്ടും. നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇടവകയുണ്ടല്ലോ, ആ ഇടവകയിൽ ഈ കുഞ്ഞാടുകളുണ്ടല്ലോ, എല്ലാ ദിവസവും ഈ ഞായറാഴ്ചയൊക്കെ പള്ളിയിലൊക്കെ ചെന്നുകൊണ്ടിരിക്കുന്നത്, ആ സംഖ്യയില്ലേ എണ്ണം, ആ എണ്ണം അവർക്ക് ഒപ്പിക്കണം സഭയ്ക്ക്. ഇപ്പുറത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സംഖ്യയും എണ്ണവും ഉറപ്പിക്കണം. അതിൻ്റെ അപ്പുറത്തുള്ള ചിന്തയില്ല അവർക്ക്. അതിൻ്റെ അപ്പുറത്തുള്ള പരിസ്ഥിതി ചിന്തയും പ്രകൃതി ചിന്തയും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ തന്നെ കുഞ്ഞാടുകളും ഒക്കെ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. ഇത് കേരളത്തിലെ കത്തോലിക്ക സഭയും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും വാങ്ങിച്ചു വെച്ച, വിലയ്ക്ക് വാങ്ങിയ ദുരന്തമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നിസ്സഹായരായ മനുഷ്യർ നിരാലംബരായി ഇതുപോലെ പെടുന്തനമേ മരിച്ചു പോകും. ഇതിപ്പോൾ ഈ അവിടെ ഇവരുടെയൊക്കെ വികാരം ശമിപ്പിക്കാനായിട്ട് തൽക്കാലം ഒരു ആശ്വാസവും മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം കൊടുക്കും. ആ ധനസഹായം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല, പെട്ടിമുടി ദുരന്തത്തിലൊന്നും മരിച്ചവർക്ക് വീടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. എടുത്തുകാരില്ല, നമുക്ക് വോട്ടില്ലല്ലോ വിചാരിച്ചിട്ട് അത് കംപ്ലീറ്റ് അവഗണിച്ചൊരു കേസാണ്. ഇവിടെയും എന്തെങ്കിലും സഹായം, നമ്മൾ ആ ബോട്ട് ദുരന്തങ്ങളുടെയൊക്കെ കഥയൊക്കെ അറിഞ്ഞുകൂടെ? തൽക്കാലം എന്തൊക്കെ പ്രയോഗിക്കും. പിന്നെ അതുപോലത്തെ ബോട്ടുകൾ തന്നെ, കേടുള്ള ബോട്ടുകളും ഹൗസ് ബോട്ടുകളും ഒക്കെ ഇങ്ങനെ
നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഒന്നും സംഭവിക്കാനില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദുരന്തം ആവർത്തിക്കും, ഇനിയും ഒരുപാട് പേർ മരിക്കും. ആണവ നിലയത്തിന് വേണ്ടി ചിലപ്പോൾ നിർബാധം പരിശ്രമിക്കുകയും ചെയ്യും.